പൊളച്ചിറ അല്ലേ? അപ്പം ഞങ്ങളിതേ ഇപ്പോൾ പൊളച്ചിറ മാങ്ങയൊക്കെ കാണിച്ചില്ലേ മാവൊക്കെ, ഞങ്ങൾ പൊളച്ചിറ മാവും സേലം മാവും കൂടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അതിൻ്റെ മുൻവശത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിലെ മുറ്റത്തിൻ്റെ അവിടെ നിന്നുകൊണ്ടാണ് മാങ്ങ ചെത്താൻ പോണത്. അതായത് പൊളച്ചിറയിലെ മാങ്ങ പറിച്ച് വെച്ച് പഴിപ്പിച്ചതാണിത്. കാരണം ഈ ഓടിലേക്ക് വീണത് ഒരു കെണിയായി ഓടുകൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് 2 എണ്ണം നമുക്ക് തൽക്കാലം ചെത്തി ഒന്ന് സ്മൂത്തി ആയിട്ട് ചെയ്യാമെന്ന് കരുതി. മാംഗോ സ്മൂത്തി ഇല്ലേ? അതെ, എന്തൊരു കളറും എന്തൊരു സ്മെല്ല് നിങ്ങൾക്ക് തരാൻ പറ്റുകയില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഒരു വിഷമം. അപ്പം മാങ്ങ ചെത്തുവാണേ, ആദ്യം മൂക്കി എത്തുക. ഈ മാവുകൾ ഈ പറമ്പിലൊരു 10-13 വെറൈറ്റി മാവുകളുണ്ട്. ഈ മാവുകളെല്ലാം ഇവിടെ അപ്പച്ചനായിട്ട് നട്ടു പിടിപ്പിച്ചതാട്ടോ. വീടൊക്കെ വെച്ച ഇടയ്ക്ക് അപ്പച്ചൻ ഇങ്ങനെ തൈമാവുകളൊക്കെ മേടിച്ച്, ഒട്ടുമാവുകളാണെന്ന് അപ്പം പറയണത്. ഇപ്പം ഇതെല്ലാം 10-55 കൊല്ലമായെന്ന് എനിക്ക് തോന്നണത്. എനിക്കറിയില്ല കൃത്യമായിട്ടൊന്നും പറയാൻ കേട്ടോ. ഞാൻ ഒരു ഉദ്ദേശം പറഞ്ഞു. അപ്പം അപ്പച്ചൻ ആയിട്ട് നട്ടിങ്ങനെ ഇത് ചെയ്ത മാവുകളാണ്. എല്ലാം നല്ല ഒന്നിടവിട്ട കൊല്ലങ്ങളിലാണ് ഈ മാവിലുണ്ടാവണത്. ഇപ്പം ഈ കൊല്ലം ഉണ്ടായി പിന്നെ ഈ മാവേൽ അടുത്ത കൊല്ലത്തേക്ക് 1-2 ഒക്കെ എണ്ണ ഉണ്ടാവുള്ളൂ. ഇത്തവണ കുറേ ഉണ്ടായിരുന്നല്ലേ, ഉദ്ദേശിച്ചാലും കൂടുതലുണ്ടായി. ഞങ്ങളത് പറിച്ചു വെച്ച് പഴിപ്പിച്ചു. പിന്നെ മുറ്റത്തിന് പുറത്തേക്കുള്ളത് തന്നെ ചോട്ടിലേക്ക് വീണത് ഒരെണ്ണം അവിടെ കിടപ്പുണ്ടായിരുന്നു. കണ്ടായിരുന്നോ അത്? ഞാൻ എടുത്തില്ല, മറന്നുപോയി. ഞങ്ങൾ ലൈവിൽ വരുമോ അല്ലെങ്കിൽ പുറത്ത് നിന്ന് എന്തെങ്കിലും ഷൂട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആകെയുള്ള ഒരു പ്രശ്നമാണ് മഴ. അപ്പോൾ എവിടെ നിന്നെങ്കിലും ഓടി ഒരു ഇടികുടുക്കോ മഴയും തുടങ്ങും അല്ലേ? നല്ല ഇടികുടുക്കോ ഉണ്ട്, പെട്ടെന്ന് ചെത്താൻ കേട്ടോ. ഒരെണ്ണം ചെത്തി വെച്ചു, 2 എണ്ണം എടുത്താൽ പോരെ? മതി. പഴുത്തത് ഇത്രയേ ഉള്ളൂ. പിന്നെ പച്ചയിരിപ്പുണ്ട്. അപ്പോൾ ഇത് വലത്തോട്ടിൽ പറിച്ചുകൊണ്ടൊന്നും പൊട്ടാതെ കിട്ടി. കത്തിക്ക് നല്ല മൂർച്ച വേണം, ചക്കയും മാങ്ങ എല്ലാം മുറിക്കാനും. അപ്പം നല്ല പെട്ടെന്ന് തൊണ്ടിയെത്തി കിട്ടും. പിന്നെ ഇത്രയും പഴുത്തുകൊണ്ട് എനിക്ക് പീലറയിൽ അത്ര വശയില്ല. ഇച്ചിരി പഴുപ്പ് കുറവാണെങ്കിൽ പീലർ കൊണ്ട് ചെയ്യാൻ പറ്റും. പഴുത്ത് കഴിഞ്ഞാൽ പീലറയിൽ അത് ഇങ്ങനെ ഇടയ്ക്കുമ്പോൾ കിട്ടില്ല. നല്ല സ്മെല്ല് കേട്ടോ. സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ്. അയൽവക്കത്ത് മണം ചെല്ലും അല്ലേ? ഒരെണ്ണം ഞാൻ പൂളി കഴിഞ്ഞു കേട്ടോ. മാങ്ങേണ്ടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒട്ടും പൾപ്പ് മാങ്ങേണ്ടിയിൽ വെക്കാതെ പൂളി എടുക്കണം. അതുപോലെ ഒട്ടും ചേർത്ത് പൂളരുത്. കാരണം തൊണ്ട് ഇങ്ങനെ ഒട്ടും ചേർത്ത് നമ്മൾ ഈ സ്കിൻ ഇത് കളയരുത്. പൾപ്പ് ശരിക്ക് വൃത്തിയായിട്ട് എടുക്കണം. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഈ തൊട്ടെ അണ്ടിയിലും ഇരിക്കുന്നത് മൊത്തം നമ്മൾ അതിൽ നിന്ന് പൂളി എടുക്കണം. ഒട്ടും കളയാൻ പാടില്ല. അത് എപ്പോഴും തിരുമറിയൊരു അമ്മയുടെ ഗ്രാൻഡ് മദർ എപ്പോഴും പറയും, എപ്പോഴും അണ്ടി ചേർത്ത് പൂളണം, അണ്ടി ചേർത്ത്. ഞാൻ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ചെയ്യൂലായിരുന്നു. അപ്പോൾ പറയും അണ്ടി ചേർത്ത് പൂള്. കൂട്ടാത്തിന് അരിയുമ്പോൾ പോലും അമ്മ സമ്മതിക്കൂല, കളയാൻ പാടില്ല എന്ന് പറയും. ഇങ്ങനെ ഇത് കണ്ടോ, അതെ അണ്ടിയമ്മേൽ കണ്ടോ, അതെ ഒന്നും ഇരിക്കാതെ ഇങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ഇതായിട്ട് അതിൽ നിന്ന് ചെത്തി എടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ടൊന്നും അങ്ങനെ ചെത്തൂല. അവിടെ അമ്മ വഴക്ക് പറയായിരുന്നു അന്നേരം. അങ്ങനെ പിന്നെ പഠിച്ചെടുത്തത്. 2 എണ്ണം മതി നമുക്ക് സ്മൂത്തി. 3 എണ്ണം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അകത്തേക്ക് കൊണ്ടുപോയി വെക്കാം കേട്ടോ. അത് നമുക്ക് പൂളി കഴിക്കാനെടുക്കാം. കഴിക്കാൻ ഇഷ്ടംപോലെ ഉണ്ട്. ഉണ്ടാവില്ല എന്നാ ഇത്തവണ വിചാരിച്ചത്. പക്ഷെ നിറയെ മാങ്ങ തന്നു. ഓർക്കാപ്പുറത്തൊരു മാമ്പഴക്കാലം. അതെ, ഈ മാങ്ങ എടുത്ത് മാറ്റി വെക്കട്ടെ. ഇതെന്നാ ഇവിടെന്നാ മാങ്ങ പഴുത്തത്. നമുക്ക് മിക്സിയിലേക്ക് അടിക്കാനായിട്ട് ചേർക്കാം കേട്ടോ. കൊതിച്ചിയല്ലേ ഒരു പൂള് തന്നേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൊതി കിട്ടും. ഇടുവാണേ. ഇനി ഇതിനുള്ള എല്ലാ സംഗതികളും ഇവിടെ വെച്ച് തന്നെ അങ്ങ് ചേർത്ത് വെച്ച് ഞാൻ മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം കേട്ടോ. എല്ലാ സംഭവം ചേർന്ന മധുരം, അതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ്. അത്യാവശ്യം മധുരം ഇല്ലേ, അതിനനുസരിച്ച് ഷുഗർ ചേർത്താൽ മതി. നല്ല മധുരം ഉണ്ട്. നമുക്കിത് ഞാൻ പാല് കാച്ചി വെച്ച് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. അപ്പം തണുത്ത പാലാട്ടോ. അപ്പം ഇതിന് ഫുള്ള് ഞാൻ ഒഴിക്കണില്ല, ഇതിൻ്റെ പകുതി നമുക്ക് ഒഴിച്ച് നോക്കാം.
പിന്നെ ഇതിൽ സിറപ്പ് ഉണ്ടാവുമല്ലോ, മാംഗോയിൽ സിറപ്പ് ഉണ്ടാവുമല്ലോ ശരിക്കുള്ളത്. പിന്നെ നമുക്ക് പുളിക്കാത്ത തൈര് 1 സ്പൂൺ ചേർക്കാം. അത് 1 സ്പൂൺ മതി. 1 സ്പൂൺ മതി. ഒട്ടും പുളി പാടില്ല. പുളി വന്നു കഴിഞ്ഞാൽ മാംഗോ സ്മൂത്തിക്ക് പുളിയുടെ ടേസ്റ്റ് ആവും. മാങ്ങയ്ക്ക് സ്വതവേ സ്വല്പം ഒരു പുളിയുടെ ഇതുണ്ടല്ലോ മാങ്ങയ്ക്ക്. പോരെ തൈര് മതി. ഇനി നമുക്ക് ആവശ്യമുള്ള ഷുഗർ ചേർക്കാം കേട്ടോ. ഞാൻ എടുത്തുകൊണ്ട് വരാം. ഷുഗർ ഇവിടെ വെച്ചിട്ടുണ്ട്. ടേബിൾ ചെറുതായി കൊണ്ട് മുൻവശത്തെ ഇറയത്തം വെച്ചേക്കണത്. ഷുഗർ മധുരം എങ്ങനെയുണ്ടായിരുന്നു? നല്ല മധുരം ഉണ്ടെന്നേ. കുറച്ച് ഷുഗർ മതി. ഇത് മതിയാവും. പോരെ? മതി. പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാലോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എന്നാന്ന് വെച്ചാൽ ഞാൻ അകത്ത് കിച്ചണിൽ പോയി അടിച്ചുകൊണ്ട് വേഗം ഇങ്ങനെ വരാം. സംഭവം മാറ്റി വെക്കട്ടെ കേട്ടോ ഇവിടെ. അപ്പം നമുക്ക് സ്മൂത്തിയൊക്കെ അടിച്ചിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ. ഞാനൊന്ന് ഇളക്കിക്കോട്ടെ. പാലൊഴിക്കാണ്. സോ നൈസ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് അങ്ങനെ തോന്നണു. ആദ്യം കൊതിച്ച് പാറൂന്ന് തന്നേക്കാം. അല്ലെങ്കിൽ ഞാനല്ലാതെ കഴിച്ചോളാം. അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ വയറ് കേടാവും. ഞങ്ങൾക്ക് പേടി. അതുകൊണ്ടാ. മധുരഭാഗമാണോ? എന്നാ ഗ്ലാസ്സിൽ ഒഴിച്ചോട്ടെ. ഒഴിക്കാം. ഒഴിക്കുവാണ്. സോ ബ്യൂട്ടിഫുൾ. 2 ഗ്ലാസ് ഉണ്ടാവുമെന്ന് നോക്കാം. ഉള്ളത് ഞാനങ്ങ് ഒഴിക്കുവാണേ. എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. സോ യമ്മി, സോ ഡെലീഷ്യസ്. കഷ്ടി ഉണ്ടായിരുന്നില്ലേ? ബാലൻസ് ഇതിലൊഴിക്കാം. ഇച്ചിരി ഇതിൽ കുറവുണ്ട്. 2 മാങ്ങയുടെയാണ്. നിങ്ങൾ കണ്ടല്ലോ. അടിപൊളി. ഇച്ചിരി ബാക്കി അതിലുണ്ട്. അത് നമുക്ക് കലക്കിയെടുക്കാം. സ്വല്പമേ ഉള്ളൂ ബൗളിൽ. ഗുഡ് ഈവനിങ്. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല മഴ പെയ്തു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിലായിരുന്നു. ഷൂട്ട് ജസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കാണ് മഴ പെയ്ത് തുടങ്ങിയത്. അതേതായാലും ഭാഗ്യമായി. ഔട്ട്ഡോർ ഷൂട്ടായിരുന്നു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. ടേസ്റ്റ് ചെയ്യണ വീഡിയോ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മാംഗോ അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ ഒന്ന് ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ബ്യൂട്ടിഫുള്ളാണ്, അത്ര ടേസ്റ്റിയാണ്. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന മാംഗോ ആണെങ്കിൽ അതിനകത്ത് ഒരു വിഷമയോ ഒന്നുമില്ലല്ലോ. അപ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ടും ഉണ്ട്. മധുരം പോലും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല മധുരമുള്ള മാംഗോ ആണെങ്കിൽ ഒട്ടും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഇനിയിപ്പോൾ മധുരം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗറോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ ഹണിയോ ചേർത്ത് ചെയ്യാം. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് സാധാരണ ചായയാണ് എല്ലാവരും കുടിക്കാറ്. ബട്ട് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് സ്മൂത്തിയാണ്. കേട്ടോ, യമ്മി സ്മൂത്തി. ടേസ്റ്റ് ചെയ്യണ്ടേ കേട്ടോ. സോ ബ്യൂട്ടിഫുൾ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ്. കാരണം മാംഗോ, ഒന്നാമത്തെ കാര്യം മാംഗോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ ആണ്. നല്ല പുളിരസവും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക രുചിയുള്ള നാട്ടുമാവിൻ്റെ ടേസ്റ്റുള്ള ഒരു മാംഗോ ആണ്. അതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് സ്മൂത്തി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഒരു ശരിക്കും നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഉച്ച സമയത്തൊക്കെ വളരെ ലൈറ്റായിട്ട് ഫുഡ് അല്ലെങ്കിൽ വളരെ ഡയറ്റ് പ്ലാനൊക്കെ നോക്കുന്നവർക്ക് സാലഡ്സൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഇൻടേക്കായിട്ട് ചെയ്യാവുന്ന ഒന്നാണ് ഈ മാംഗോ സ്മൂത്തി. പ്രത്യേകിച്ച് നാച്ചുറൽ ഫ്രൂട്ട് ആകുമ്പോൾ എല്ലാവർക്കും അത് വളരെ ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ പറ്റുന്നവരെല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ യാതൊരു വിഷമയങ്ങളും ഒന്നുമില്ല. നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. മാംഗോ ജ്യൂസിൻ്റെ ആ ഒരു മത്ത് പിടിപ്പിക്കുന്ന രുചിയൊന്നുമില്ല. കാരണം ആ പാല് ചേർക്കുന്ന കാരണം കണ്ടോ നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ യു മസ്റ്റ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് കേട്ടോ.